ഇപ്പോൾ ഡോക്ടർ കെ ഗോദവർമ്മയുടെ അഭിപ്രായത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ മിശ്രഭാഷാ പ്രസ്ഥാനത്തെ അനുകരിച്ചാണ് രാമചരിതം രചിച്ചിട്ടുള്ളത്. കല്ലിലും ചെമ്പിലും ഉള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു കൃതി ആണ് രാമചരിതം എന്നാണ് ഹെർമൻ ഗുണ്ടട്ട് പറയുന്നത്. കല്ലിലും ചെമ്പിലുമുള്ള ശാസനങ്ങൾക്ക് ശേഷം മലയാള ഭാഷാ സ്വഭാവം, യഥാർത്ഥത്തിൽ ആദ്യം കാണുന്നത് ഈ കല്ലിലും ചെമ്പിലുമുള്ള ശാസനത്തിലാണ് മലയാളത്തിൻ്റെ തനിമ കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കൃതി എന്ന് പറയുന്നത് രാമചരിതത്തിലാണെന്നാണ് ഹെർമൻ ഗുണ്ടറ്റിൻ്റെ നിരീക്ഷണം. നാടൻ പാട്ടുകളുമായി താരതമ്യം ചെയ്ത് രാമചരിതത്തിലെ ഭാഷ വ്യവഹാര ഭാഷ അല്ല എന്ന് പറഞ്ഞത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ്. നാടൻ പാട്ടുകളുടെ ഭാഷയുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അത് വ്യവഹാര ഭാഷയല്ല രാമചരിതത്തിൽ കാണുന്നതെന്ന് പി വി കൃഷ്ണൻ നായർ സ്ഥാപിക്കുന്നു. കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിൽ ഒന്നാണ് രാമചരിതമെന്ന് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ ഭക്തിപ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിൽ ഒന്നാണ് രാമചരിതം എന്ന് ഡോക്ടർ എം ലീലാവതി. രാമചരിതത്തെക്കുറിച്ച് കൽപ്പിച്ചുണ്ടാക്കിയതെന്ന് പറയുന്നത് കോവണി നെടുങ്ങാടി. മനഃപൂർവ്വമായിട്ടുണ്ടാക്കിയത് കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യമെന്ന് പറയുന്നത് കോവണി നെടുങ്ങാടിയാണ്. കണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന രാമചരിതത്തിലെ ചില കയ്യെഴുത്ത് പ്രതികളിൽ കണ്ഡലമെന്ന് ഒരു പരാമർശം കാണുന്നുണ്ട്. ഗ്രന്ഥത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അവസാനിക്കുമ്പോൾ ഇടുന്ന ഒരു ചിഹ്നത്തിനാണ് അങ്ങനെ കണ്ഡലം എന്ന് പറയുന്നത്. ചിലടത്ത് കുണ്ടലം എന്ന് എഴുതി കാണുന്നുണ്ട്. അപ്പോൾ കണ്ഡലം എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭാഗം അവസാനിക്കുമ്പോൾ ഇടുന്ന ഒരു ചിഹ്നമാണ്. പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ ഇങ്ങനെ പറയുന്നു. എങ്ങനെ? പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ കേരള ഭാഷായാം ഭവതി. പാണ്ഡ്യഭാഷാ സാരൂപ്യം ബാഹുല്യേന പാട്ടിൽ കേരള ഭാഷായാം ഭവതി എന്ന് പാട്ടിലെ ഭാഷയെക്കുറിച്ച് ലീലാതിലകകാരൻ പറയും. രാമചരിതത്തിൽ നിന്ന് ഭാരതത്തിലേക്ക് എന്നൊരു കൃതി പിൽക്കാലത്ത് ഡോക്ടർ എം എം പുരുഷോത്തമൻ എഴുതിയിട്ടുണ്ട്. രാമചരിതം ആൻഡ് ഏർലി മലയാളം സ്റ്റഡീസ് എന്ന് സ്റ്റഡി ഓഫ് ഏർലി മലയാളം. രാമചരിതം ആൻഡ് സ്റ്റഡി ഓഫ് ഏർലി മലയാളം ഡോക്ടർ കെ എം ജോർജിൻ്റെ ഗവേഷണ പ്രബന്ധമാണ്. രാമചരിതത്തിൻ്റെ സമ്പൂർണ്ണ വിമർശനാത്മക പഠനം തയ്യാറാക്കിയത് ഡോക്ടർ പി വി കൃഷ്ണൻ നായരാണ്. രാമചരിതത്തിൻ്റെ സമ്പൂർണ്ണ വിമർശനാത്മക പഠനം തയ്യാറാക്കിയത് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. രാമചരിതത്തിലെ ഭാഷയ്ക്ക് വിരവിയൽ എന്നൊരു സ്വഭാവമുണ്ട്. തമിഴിൽ സംസ്കൃത വർണ്ണങ്ങൾ ചേർക്കുന്ന രീതിയാണ് വിരവിയൽ. വിരവിയൽ എന്നുള്ളത് തമിഴ് സംസ്കൃത വർണ്ണങ്ങൾ. അതിന് ഉദാഹരണങ്ങളും നമുക്ക് ആ കൃതിയിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. രാമചരിതത്തിലെ 143 പടലം മുതൽ 143 പടലം മുതൽ 153 വരെ പ്രക്ഷിപ്തമാണെന്നാണ് ഡോക്ടർ എം എം പുരുഷോത്തമൻ നായരുടെ അഭിപ്രായം. അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പോൾ പ്രക്ഷിപ്തമാണ്. 143 മുതൽ 153 വരെയുള്ള പടലങ്ങൾ പ്രക്ഷിപ്തമാണെന്നാണ് അഭിപ്രായം ഡോക്ടർ എം എം പുരുഷോത്തമൻ നായർ പറയുന്നത്. രാമചരിതം അനുഷ്ഠാനം പോലെ പാരായണം ചെയ്തിരുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിലെ മണിയാണി നായന്മാർ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇകലിൽ വെன்றി വിളയുമെന്ന് പറയുന്ന ഇകൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. യുദ്ധത്തിന് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മുൻനിർത്തിയാണ് എഴുതിയത്. പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും എന്നൊരു കൃതി ഡോക്ടർ എസ് രാജശേഖരൻ എഴുതിയിട്ടുണ്ട്. പാട്ടുപ്രസ്ഥാനം പ്രതിരോധവും സമന്വയവും ഡോക്ടർ എസ് രാജശേഖരൻ്റെ കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതമെന്ന് അഭിപ്രായപ്പെട്ടത് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിൻ്റെ ആമുഖത്തിൽ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ കാണുന്നതെന്നും ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് വ്യക്തമാക്കുന്നു. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത്. രാമചരിതത്തിൻ്റെ രചനാകാലം കൊല്ലം 5-ാം ശതകത്തിൻ്റെ അവസാനമാണ്, അതായത് ക്രിസ്തുവർഷം 13-ാം ശതകമാണ് എന്ന് എ ആർ രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നു. എ ആറിൻ്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവർഷം 13-ാം ശതകം, കൊല്ലവർഷം 5-ാം ശതകം. ശ്രീപത്മനാഭസ്വാമിയെ ഭോഗിപ്പോക ചയനൻ എന്ന് പറയുന്നത് രാമചരിതത്തിലാണ്. ഭോഗിഭോഗ ചയനനാണ് ഭോഗിപ്പോക ചയനൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്സമതത്ഭവ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. വീരരസപ്രധാനമായിട്ടുള്ള കൃതിയാണ് രാമചരിതം. വാൽമീകിയെ കൂടാതെ ചീരാമൻ രാമചരിതത്തിൽ അനുകരിക്കുന്നത് കമ്പർ എന്ന കവിയെ കൂടെ അനുകരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെ കൂടെ ആവാഹിക്കുന്നുണ്ട്. രാമചരിതത്തിൻ്റെ രചനയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ കണ്ടെത്തിയിട്ടുണ്ട്. കൂത്തരങ്ങിൻ്റെ സ്വാധീനം രാമചരിതത്തിൻ്റെ രചനയിലുണ്ടെന്ന് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ കണ്ടെത്തി. സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമകവി ഉപജീവിച്ചത് ആശ്ചര്യചൂടാമണിയെയാണെന്നാണ് നടുവട്ടം ഗോപാലകൃഷ്ണൻ്റെ മറ്റൊരു നിരീക്ഷണം. സീതാപഹരണ ഭാഗം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമൻ ഉപജീവിച്ചിരിക്കുന്നത് ആശ്ചര്യചൂടാമണിയുടെ ഭാഗത്തെയാണെന്ന് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ കണ്ടെത്തുന്നുണ്ട്. തനി മലയാളത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യമെന്നാണ് രാമചരിതമെന്നാണ് ഡോക്ടർ KN എഴുത്തച്ഛൻ വാദിക്കുന്നത്. തനി മലയാളത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം ആണ് രാമചരിതം എന്ന്